മാത്രമല്ല, കാലങ്ങളായി വർഷങ്ങളായി തെരുവുകളിലും തെരുക്കോണുകളിലുമൊക്കെ ഞങ്ങളെ പോലെയുള്ള ആളുകൾ വിളിച്ചു പറയുന്ന ഒരു കാര്യമാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവെന്ന് പറയുന്നത്. വിശുദ്ധ തിരുവചനത്തിൽ പറയുന്ന, ഒരിക്കൽ അവൻ പാപികൾക്കായി വന്നു എങ്കിൽ രണ്ടാമത് യേശു പാപം കൂടാത്തവർക്കായി പ്രത്യക്ഷനാകും. ഒരിക്കൽ മനുഷ്യന്റെ പാപത്തിന് പ്രായശ്ചിത്തം നടത്തുവാൻ വേണ്ടി വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്ത് തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം പിതാവായ ദൈവത്തിന് അനുസരണയുള്ളവനായി മനുഷ്യന്റെ സകലവിധമാകുന്ന പാപങ്ങളും ഒരു ചുമട് താങ്ങിയെ പോലെ ചുമലിലേറ്റുകൊണ്ട് പീലാത്തോസിന്റെ അരമന മുതൽ കാൽവരിയുടെ കുലത്തളം വരെ നടന്നുപോയി മനുഷ്യൻ എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് കർത്താവായ യേശു ക്രിസ്തു സാധിപ്പിച്ചു തരുവാനിടയായി തീർന്നു. മനുഷ്യന്റെ വീഴ്ച എന്ന് പറയുന്നത് ഏതൻ പൂങ്കാവനത്തിലാണെന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ സാധിക്കും. സർവശക്തനായ ദൈവത്തിന്റെ കരവിരുതിനാൽ രൂപപ്പെട്ട മനുഷ്യൻ വെറുക്കപ്പെട്ട കനി വരച്ചു നിന്നപ്പോൾ മനുഷ്യവർഗത്തിന്റെ വീഴ്ച എന്ന് പറയുന്നത് ഒരു വലിയ വിപത്ത് തന്നെയായിരുന്നു. വീണ്ടുപോയ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ സർവശക്തനായ ദൈവമൊരുക്കിയ ഏക പദ്ധതിയാണ് തന്റെ ഓമന കുമാരനായ ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുവാനിടയായി തീർന്നത്. യേശു ഈ ഭൂമിയിൽ വന്നത് ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയല്ല, മറിച്ച് തിരുവെഴുത്ത് ഇങ്ങനെയാണ് പ്രഖ്യാപിക്കപ്പെടുന്നത്: അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു.